എല്ലാ വിദ്യാർത്ഥികൾക്കും സിറ്റ്സി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബോട്ടണിയിലെ 4ാമത്തെ ചാപ്റ്ററാണ്. ഓൾറെഡി 3 ചാപ്റ്ററിന്റെ റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കുട്ടികൾ മസ്റ്റ് ആയിട്ടും കാണണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 4ാമത്തെ ചാപ്റ്ററായ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ +1 ബോട്ടണിയിൽ നമുക്ക് ഏകദേശം 11 ചാപ്റ്ററോളം പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ പല കുട്ടികൾക്കും ഇത് എപ്പോൾ പഠിച്ചു തീരും, ഒരുപാട് കണ്ടന്റ്സ് ഉണ്ടല്ലോ, ഇതെങ്ങനെ തീർക്കും എന്നൊക്കെയുള്ള പേടിയായിരിക്കും. ആരും പേടിക്കേണ്ട, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് തൊട്ട് നമ്മുടെ ചാപ്റ്റേഴ്സ് ഓരോന്നും എടുക്കുക, അതിലെ കണ്ടന്റ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് വായിക്കുക, നോട്ട്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നമ്മുടെ റിവിഷൻ ക്ലാസ്സുകൾ ഓരോന്നും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അവിടെ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എക്സ്പ്ലനേഷനും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം വളരെ പ്രയോജനം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഒരു കുട്ടിക്ക് പോലും ഇനി ആയാലും കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഷുവറായിട്ടും ഫുൾ മാർക്ക് ബോട്ടണിക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാവരും നന്നായിട്ട് വീഡിയോസ് കാണുക, പഠിക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും പഠിക്കുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് ആൻസർ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി അത് പോരാ, എക്സ്പ്ലനേഷൻ കുറച്ചുകൂടി വേണം, മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ലിങ്ക് വഴി ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് എന്ത് സംശയം വേണമെങ്കിലും എന്നോട് ചോദിക്കാം. ബോട്ടണി സംബന്ധമായ എന്ത് ഡൗട്ട് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. ഞാൻ ഉറപ്പായിട്ടും ആൻസർ ചെയ്ത് തരുന്നതായിരിക്കും. പല കുട്ടികളും ഇപ്പോഴേ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് പോകുന്നുമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ മനസ്സിലാക്കുക, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചുള്ള എന്ത് ഡൗട്ടും നമുക്ക് അവിടെ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോടൊപ്പം ഞാനുണ്ട്. നന്നായിട്ട് പഠിക്കുക, നമ്മുടെ ക്ലാസ്സുകൾ ഓരോന്നും കറക്റ്റായിട്ട് കാണുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാം. പരീക്ഷയ്ക്ക് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാം. ഓക്കെ, അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും പ്ലാന്റ് ബോഡിയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ടിഷ്യൂസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ടിഷ്യൂ സിസ്റ്റംസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പ്ലാന്റ് പാർട്സ് ആയിട്ടുള്ള റൂട്ട്, സ്റ്റെമ്മ്, ലീഫ് തുടങ്ങിയവയുടെ അനാട്ടമി സ്ട്രക്ചർ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഡൈക്കോട്സിലൊക്കെ കാണപ്പെടുന്ന സെക്കൻഡറി ഗ്രോത്ത് എങ്ങനെയാണ് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്ററിലെ റിവിഷൻ ക്ലാസ്സാണ് ഇന്ന്. അപ്പോൾ നമ്മൾ റിവിഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൽ നിന്നും ആ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഒപ്പം ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്ലാന്റ് ടിഷ്യൂസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? പ്ലാന്റ് ബോഡിയിലെ ടിഷ്യൂസിനെ നമുക്ക് പ്രധാനമായും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്നും രണ്ടാമത് പെർമനന്റ് ടിഷ്യൂസ് എന്നും. ഓക്കെ, അതിൽ ഒന്നാമത്തേതാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന്റെ പ്രത്യേകത എന്താണ്? പ്ലാന്റ് ബോഡിയിൽ എവിടെയൊക്കെയാണോ ഗ്രോത്ത് നടക്കുന്ന റീജിയണിൽ കാണപ്പെടുന്ന ടിഷ്യൂസ് ആണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് അല്ലെ? ഗ്രോത്തിന് സഹായിക്കുന്ന ടിഷ്യൂസ് ആണ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിലെ സെൽസ് എല്ലാം റാപ്പിഡായിട്ട് വളരെ വേഗത്തിൽ ഡിവൈഡ് ചെയ്യാനുള്ള കഴിവുള്ളവരാണ്. ഓക്കെ, പിന്നീട് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ നമ്മൾ അപ്പിക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം എന്നൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതുപോലെ തന്നെ പെർമനന്റ് ടിഷ്യൂസ് അല്ലേ? പെർമനന്റ് ടിഷ്യൂസിൽ 2 ടൈപ്പായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ, അതുപോലെ തന്നെ കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂവിനകത്ത് വരുന്നതാണ് ഏതൊക്കെ? പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂവിനകത്ത് വരുന്നതാണ് സൈലം, ഫ്ലോയം. അവയുടെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എങ്ങനെയൊക്കെയാണ്, അതുപോലെ തന്നെ അവയിൽ സെൽസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എന്താണ് അവയുടെ ഫംഗ്ഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ. അതായത് റെഗുലർ ക്ലാസ്സിൽ, നോർമലുള്ള ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആ ഏരിയയിൽ നിന്നും, ടിഷ്യൂസിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. നോട്ടീസ് ദ 3 സിമ്പിൾ ടിഷ്യൂസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന സിമ്പിൾ ടിഷ്യൂസ് നോക്കുക. ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? സ്ക്ലീറൻ കൈമ ഉണ്ട്, പാരൻ കൈമ ഉണ്ട്, കോളൻ കൈമയുണ്ട്. ഓക്കെ, ഇതാണ് 3 സിമ്പിൾ ടിഷ്യൂസ് തന്നിരിക്കുന്നത്. എന്നിട്ട് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ ടിഷ്യൂ that consists of
cells that are thickened at the corner. ഇതിൽ നിന്നും ഒരു ടിഷ്യൂ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ടിഷ്യൂവിന്റെ പ്രത്യേകത എന്താ പറഞ്ഞിരിക്കുന്നത്? that consists of cells that are thickened at the corner. കോർണറിൽ മാത്രം തിക്കൻഡ് ആയിട്ടുള്ള സെൽസോട് കൂടിയ ടിഷ്യൂ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് ദിസ് ടിഷ്യൂ, ആ ടിഷ്യൂവിന്റെ ഫങ്ഷനും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കറിയാം ഏത് ടിഷ്യൂയിലെ സെൽസിലാണ് കോർണറിൽ മാത്രം തിക്കൻഡ് ആയിട്ടുള്ള ക്യാരക്ടർ ഉള്ളത്. ഏത് ടിഷ്യൂ ആണ്? ഏതാണ്? കോളൻ കൈമയാണ്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? കോളൻ കൈമ. ഇനി കോളൻ കൈമയുടെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് കോളൻ കൈമയുടെ ഫംഗ്ഷൻ? ഇറ്റ് പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട് ടു യങ് സ്റ്റെം അല്ലേ? യങ് സ്റ്റെമ്മില് അതുപോലെ തന്നെ ലീഫിന്റെ പീറ്റിയോള് അതിനൊക്കെ മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നത് ആരാണ്? ഈ കോളൻ കൈമ എന്ന് പറയുന്ന ടിഷ്യൂ ആണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ. ഇതേപോലെ തന്നെ ഈ ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, ശ്രദ്ധിച്ചേ. പാരൻകൈമ ഈസ് എ ടിഷ്യൂ ഫോർ സ്റ്റോറേജ്. പാരൻകൈമ ടിഷ്യൂ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ക്ലീറൻകൈമ ഈസ് എ ടിഷ്യൂ ഫോർ ഡാഷ്. സ്ക്ലീറൻകൈമ ടിഷ്യൂ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അതായത് സ്ക്ലീറൻകൈമയുടെ ഫംഗ്ഷൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഫംഗ്ഷൻ? മെക്കാനിക്കൽ സപ്പോർട്ടാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നത്. പിന്നെ ടിഷ്യൂവിന്റെ പിക്ചറൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ ടിഷ്യൂവിന്റെ എല്ലാം പിക്ചർ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. ഏതെങ്കിലുമൊക്കെ പിക്ചർ തന്നിട്ട് അത് ഏത് ടിഷ്യൂ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ അതെല്ലാം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോ ഈ ഏരിയയിൽ നമ്മളിപ്പോ പാരൻകൈമയെ കുറിച്ച് പറഞ്ഞു, കോളൻ കൈമയെ കുറിച്ച് പറഞ്ഞു, സ്ക്ലീറൻ കൈമയെ കുറിച്ച് പറഞ്ഞു. പാരൻകൈമയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? സെൽസ് എല്ലാം എങ്ങനെയായിരിക്കും? റൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ആയിരിക്കും, ഐസോഡയമെട്രിക് ആയിരിക്കും, റൗണ്ട് ഷേപ്പിലുള്ളതായിരിക്കും. പിന്നീട് ഇടയിലൊക്കെ ഇന്റർസെല്ലുലാർ സ്പേസസ് ഒക്കെ ഉണ്ടാകാം. സെൽവാൾ എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള സെൽവാളായിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മളത് തിരിച്ചറിയുന്നത്. പാരൻകൈമയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റോറേജിന് സഹായിക്കുന്നുണ്ട്, സെക്രിയേഷന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ അടുത്തയാണ് കോളൻ കൈമ. കോളൻ കൈമയുടെ പ്രത്യേകത എന്താ? നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ? സെൽസിലെ കോർണറിൽ മാത്രം തിക്കൻഡ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും ഉള്ളത്. അവിടെ ഇന്റർസെല്ലുലാർ സ്പേസസ് ഒന്നും പറയുന്നില്ല. പിന്നീട് ഇതിന്റെ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് കോളൻ കൈമ? കോളൻ കൈമ എന്തിനു വേണ്ടിയിട്ടാണ്? കോളൻ കൈമ എന്തിനു സഹായിക്കുന്നു? ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നു. എന്തിനായിട്ട്? എന്താണ്? ഗ്രോ ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ഗ്രോയിങ് റീജിയൻ ആയിട്ടുള്ള യങ് സ്റ്റെം, അതുപോലെ തന്നെ ലീഫിന്റെ പീറ്റിയോള്, ആ ഭാഗങ്ങളിലൊക്കെ മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നു. ഓക്കെ, പിന്നീടുള്ള ലാസ്റ്റ് മൂന്നാമത്തതാണ് ഏത്? സ്ക്ലീറൻ കൈമ എന്ന് പറയുന്നത്. സ്ക്ലീറൻ കൈമയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല തിക്കായിട്ടുള്ള സെൽവാളായിരിക്കും സെൽസിൽ. അതുപോലെ തന്നെ എന്താണ്? സെൽസ് ഡെഡ് ആയിരിക്കും, നല്ല റിജിഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ്. സപ്പോർട്ട് കൊടുക്കുക, മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നതാണ് അതിൻ്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ആ ഒരു പോർഷൻ നന്നായിട്ട് പഠിക്കുക, ഫിഗേഴ്സ് എല്ലാം ക്ലിയർ ആയിട്ട് പഠിക്കുക. അപ്പോൾ ഒരു മാർക്ക് പോലും ആ ഏരിയയിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഓക്കെ, അടുത്ത ചോദ്യം 2018 മാർച്ചിലെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇതാണ് നമ്മുടെ ചോദ്യം. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ട് എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫ്ലോ ചാർട്ടിൽ എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒന്നാമത്തത് സൈലം. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്നത് സൈലമാണ്. സൈലത്തിൽ തന്നെ 2 ബ്രാഞ്ചസ് പറയുന്നു. അതിൽ ഒന്നാമത്തതാണ് പ്രൈമറി സൈലം. ഇപ്പുറത്തെ ഏതാണെന്ന് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പ്രൈമറി സൈലം എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് ഫോംഡ് സൈലമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വരുന്നത്? സെക്കൻഡറി സൈലമാണ് വരുന്നത്. ക്ലിയർ ആയല്ലോ പറഞ്ഞേ? അപ്പൊ ഇവിടെ എന്താ വരുന്നത്? സെക്കൻഡറി സൈലം. സെക്കൻഡറി സൈലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലേറ്റർ ഫോംഡ് സൈലം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ഫില്ല് ചെയ്യാം? സെക്കൻഡറി സൈലം. ഓക്കെ, ഇനി
പ്രൈമറി സൈലത്തെ തന്നെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. പ്രൈമറി സൈലത്തെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. പ്രോട്ടോസൈലം എന്നും ഇവിടെ എന്താ വരുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? പ്രോട്ടോസൈലവും ഇവിടെ എന്ത് വരും? മെറ്റാസൈലം. ഓക്കെ, അപ്പോൾ പ്രൈമറി സൈലത്തെ പ്രോട്ടോസൈലം എന്നും മെറ്റാസൈലം എന്നും പറയാം. ഇനി പ്രോട്ടോസൈലത്തിന്റെ ആ ഒരു അറേഞ്ച്മെന്റ് അനുസരിച്ച് രണ്ട് കണ്ടീഷൻസ് നമ്മൾ പറയുന്നുണ്ട് അല്ലേ? അതിൽ ഒന്നാമത്തെ കണ്ടീഷനാണ് എൻഡാർച്ച് കണ്ടീഷൻ. ഓക്കെ, ഈ എൻഡാർച്ച് കണ്ടീഷൻ എവിടെയാണ് കാണപ്പെടുന്നത്? എവിടെയാണ്? സ്റ്റെമ്മിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇവിടെ സ്റ്റെം വരുന്നു. ഇനി ഇവിടെ എൻഡാർച്ച് പോലെ തന്നെ ഇപ്പുറത്തൊരു കണ്ടീഷൻ വരും, പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതാണ് ആ കണ്ടീഷൻ? എക്സാർച്ച് കണ്ടീഷൻ. എക്സാർച്ച് കണ്ടീഷൻ. എക്സാർച്ച് കണ്ടീഷൻ എവിടെയാ വരുന്നത്? റൂട്ടിലാണ് വരുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് ആ ഡയഗ്രാം ഫില്ല് ചെയ്യേണ്ടത്. എന്താ ഈ എൻഡാർച്ചും എക്സാർച്ചും? എക്സാമിന് അല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. എൻഡാർച്ചും എക്സാർച്ചും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. പല കുട്ടികൾക്കും തിരിഞ്ഞു പോകുന്ന ഒരു പോർഷനാണത്. സ്റ്റെമ്മില് ഉള്ള കണ്ടീഷനാണ് ഏതെന്ന് പറയുന്നത്? എൻഡാർച്ച് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെമ്മിലാണ് ഏത് കണ്ടീഷൻ? എൻഡാർച്ച് കണ്ടീഷൻ. ഇനി എന്താണ് എൻഡാർച്ച് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രോട്ടോസൈലം, ഏത് സൈലമാണ്? പ്രോട്ടോസൈലം എവിടേക്കായിരിക്കും പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വേർതിരിവ് വരുന്നത്, എൻഡാർച്ച് എന്നും എക്സാർച്ച് എന്നും വെച്ചിട്ട്. അപ്പോൾ എൻഡാർച്ച് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ പ്രോട്ടോസൈലം എങ്ങനെയായിരിക്കും? ലൈസ് ടുവേർഡ്സ് ദ സെന്റർ. പ്രോട്ടോസൈലം എങ്ങോട്ടായിരിക്കും? പ്രോട്ടോസൈലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം അല്ലെ? കുഞ്ഞു സൈലമാണ്. അത് എങ്ങോട്ടായിരിക്കും? സെന്ററിനെ ഫേസ് ചെയ്തുകൊണ്ടായിരിക്കും. അതിന്റെ ഒരു ഡയഗ്രാം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ പ്രോട്ടോസൈലം എവിടെയായിരിക്കും? സെന്ററിനെ ഫേസ് ചെയ്തായിരിക്കും കാണുന്നത്. എന്നാൽ വലിയ സൈലമായ മെറ്റാസൈലം എങ്ങോട്ട് പോകും? പെരിഫറിയിലേക്ക് പോകും. മനസ്സിലായോ? ഇങ്ങനെയുള്ള ഈ കണ്ടീഷനെയാണ് പ്രോട്ടോസൈലം അല്ലെങ്കിൽ കുഞ്ഞു സൈലം എവിടെയാ ഉള്ളത്? സെന്ററിനെ ഫേസ് ചെയ്തിട്ടായിരിക്കും കാണുന്നത്. ഈ ഒരു കണ്ടീഷനാണ് എൻഡാർച്ച് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എൻഡാർച്ച് കണ്ടീഷൻ എവിടെ കാണപ്പെടുന്നു? സ്റ്റെമ്മിൽ കാണപ്പെടുന്നു. ക്ലിയർ ആയല്ലോ? ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എക്സാർച്ച് കണ്ടീഷൻ, റൂട്ടിലുള്ളത്. അവിടുത്തെ പ്രത്യേകത എന്താണ്? പ്രോട്ടോസൈലം, ചെറിയ സൈലം എങ്ങോട്ടായിരിക്കും? പെരിഫറിയിലായിരിക്കും ഉള്ളത്. ഓക്കെ, പ്രോട്ടോസൈലം പെരിഫറിയിലായിരിക്കും ഉള്ളത്. സെന്ററിലായിരിക്കും ലാർജ് സൈലമായിട്ടുള്ള മെറ്റാസൈലം കാണുന്നത്. ഓക്കെ, ഈ ഒരു കണ്ടീഷനാണ് റൂട്ടിലുള്ളത്. ക്ലിയർ? അപ്പോൾ ഇത് കറക്റ്റായിട്ട് തിരിഞ്ഞു പോകാതെ പഠിക്കുക. പ്രോട്ടോസൈലം എവിടെയായിരിക്കും? എൻഡാർച്ച് കണ്ടീഷനിൽ സെന്ററിലേക്കായിരിക്കും. എക്സാമ്പിൾ സ്റ്റെമ്മ്. പ്രോട്ടോസൈലം എക്സാർച്ച് കണ്ടീഷനിൽ എങ്ങോട്ടായിരിക്കും? പെരിഫറിയിലേക്ക്, പുറത്തേക്കായിരിക്കും. എക്സാമ്പിൾ എന്താണ്? റൂട്ടാണ്. ഓക്കെ, അപ്പൊ അത് ഈ ഏരിയയിൽ ഇങ്ങനെ ഫ്ലോ ചാർട്ടായിട്ടൊക്കെ ചോദിക്കാം. കൂടാതെ ഇത് സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാം. അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒബ്സർവ് ദ ടേംസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ടേംസ് ഒബ്സർവ് ചെയ്യുക. ഏതൊക്കെയാണ് ടേംസ്? ഫസ്റ്റ് സൈലം, റൂട്ട് ഹെയർസ്, പിത്ത്, സ്റ്റൊമാറ്റ, കേംബിയം, ബുള്ളിഫോം സെൽസ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫ്രം ദിസ്, ഇതിൽ നിന്നും ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ സ്ട്രക്ചേഴ്സ് സീൻ ഇൻ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിന്റെ ഭാഗമായി വരുന്ന ഏതൊക്കെ ഭാഗങ്ങളാണ് ഇതിലുള്ളത് അത് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെ ആയിരിക്കും എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്? ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഉണ്ട്, നോക്കിയേ. റൈറ്റ് ദെയർ ഫംഗ്ഷൻ, എന്നിട്ട് അതിന്റെ ഫംഗ്ഷൻ കൂടി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ആയിരിക്കും എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്? ഫസ്റ്റ് ഏതാ വരുന്നത്? സൈലം വരുമോ? വരത്തില്ല. റൂട്ട് ഹെയർ വരും, വരത്തില്ലേ? അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഏതാണ്? റൂട്ട് ഹെയർ വരുന്നുണ്ട്. ഇനി റൂട്ട് ഹെയറിന്റെ ഫംഗ്ഷൻ എന്താണ്? റൂട്ട് ഹെയർ എന്തിനാണ് സഹായിക്കുന്നത്? മണ്ണിൽ നിന്നും സോയിലിൽ നിന്നും വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്യാനാണ് സഹായിക്കുന്നത്. അപ്പൊ ഫംഗ്ഷൻ ആയല്ലോ. ഓക്കെ, ഇനി അടുത്തതാണ് പിത്ത്. പിത്ത് എന്ന് പറയുന്നത് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിന്റെ ഭാഗമാണോ? ആണോ? അല്ല.
എന്താണ് അടുത്തതാണ് സ്റ്റൊമാറ്റ അല്ലേ? സ്റ്റൊമാറ്റ അവിടെ വരുന്നില്ലേ? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അപ്പോൾ നോക്കിയേ, സ്റ്റൊമാറ്റയാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ സ്റ്റൊമാറ്റയുടെ ഫംഗ്ഷൻ എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റൊമാറ്റ സഹായിക്കുന്നത്? ട്രാൻസ്പിറേഷന് സഹായിക്കുന്നുണ്ട് അല്ലേ? അതായത് പ്ലാന്റ് ബോഡിയിൽ എക്സസ് ആയിട്ടുള്ള വാട്ടറിനെ എന്ത് ചെയ്യുന്നു? വാട്ടർ വേപ്പറിന്റെ ഫോമിൽ പുറത്തേക്ക് കളയുന്നു. ലീവ്സിലെ സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ഓപ്പണിങ്ങിലൂടെയാണ് പുറത്ത് കളയുന്നത്. ആ പ്രോസസ്സാണ് ട്രാൻസ്പിറേഷൻ. ഓക്കെ, അപ്പോൾ ട്രാൻസ്പിറേഷനെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ലീഫിലേക്ക്, അതായത് ഫോട്ടോസിന്തസിസിന് ആവശ്യമായ റോ മെറ്റീരിയലിൽ ഒന്നാണ് അല്ലേ ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ അകത്തേക്ക് കൊണ്ടുവരുന്നു. പിന്നെ ഫോട്ടോസിന്തസിസിന് ശേഷം ഓക്സിജനെ പുറത്ത് കളയുന്നു. അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെയുണ്ട്? റെസ്പിറേഷൻ നടക്കുന്ന സമയത്ത് അകത്തേക്കും പുറത്തേക്കും, അകത്തേക്ക് ഓക്സിജനെ എടുക്കുന്നു, പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ കളയുന്നു. അങ്ങനെ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നതും എന്തിലൂടെയാണ്? സ്റ്റൊമാറ്റയിലൂടെയാണ്. അപ്പൊ സ്റ്റൊമാറ്റ എന്തിനൊക്കെ സഹായിക്കുന്നു? ട്രാൻസ്പിറേഷന് സഹായിക്കുന്നുണ്ട്, ഗേഷ്യസ് എക്സ്ചേഞ്ചിന് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് കേംബിയം. കേംബിയം വരുന്നുണ്ടോ? ഇല്ല. അടുത്തതാണ് ബുള്ളിഫോം സെൽസ് അല്ലെ? ബുള്ളിഫോം സെൽസ്. ബുള്ളിഫോം സെൽസിന്റെ ഫംഗ്ഷൻ എന്താണ്? ബുള്ളിഫോം സെൽസ് എന്തിൽ വരുന്നതാണ്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ വരുന്നതാണ്. ബുള്ളിഫോം സെൽസിന്റെ ഫംഗ്ഷൻ എന്താണ്? ഈ എന്താണ്? വാട്ടർ വളരെ കുറവായിരിക്കുന്ന സമയത്ത് ആ വാട്ടറിന്റെ ലോസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എന്താണ്? ലീഫ് അകത്തേക്ക് ഉള്ളിലേക്ക് കേൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അല്ലെ? അതുവഴി വാട്ടർ ലോസ് മിനിമൈസ് ചെയ്യാൻ സഹായിക്കുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ റൂട്ട് ഹെയർ, സ്റ്റൊമാറ്റ, ബുള്ളിഫോം സെൽസ് ഇത്രയുമാണ് ഈ കൂട്ടത്തിൽ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ വാസ്കുലാർ ടിഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ശ്രദ്ധിച്ചേ. The following figures shows two types of vascular bundle. താഴെ രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്. അത് രണ്ട് തരത്തിലുള്ള വാസ്കുലാർ ബണ്ടിൽസിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഐഡന്റിഫൈ എ ആൻഡ് ബി. ഫസ്റ്റ് എന്ത് ചെയ്യുക? എ ഏതാണ്, ബി ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ. എന്നിട്ട് അതിനെക്കുറിച്ച് വളരെ ബ്രീഫായിട്ട് ഒന്നോ രണ്ടോ എന്താണ് ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ഐഡന്റിഫൈ ചെയ്യണം? വാസ്കുലാർ ബണ്ടിൽസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഫസ്റ്റ് എ, ഒന്നാമത്തെ ഫിഗർ. എ ഫിഗർ എന്ന് പറയുന്നത് ഏത് വാസ്കുലാർ ബണ്ടിലിനെ സൂചിപ്പിക്കുന്നു? ഇവിടെ ഫ്ലോയമാണ് മുകളില്, ഇടയിൽ കേംബിയം ഉണ്ട്, താഴെ എന്ത് കാണപ്പെടുന്നുണ്ട്? സൈലം കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബണ്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാസ്കുലാർ ബണ്ടില് ഏത് ബണ്ടിലാണെന്ന് പറയാം? നമ്മൾ രണ്ട് ടൈപ്പ് വാസ്കുലാർ ബണ്ടിൽസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ ഏത് ടൈപ്പ് ആയിരിക്കും ഇത്? കൺജോയിന്റ് ആയിരിക്കും. ഏതായിരിക്കും? കൺജോയിന്റ് ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും ഇത് കൺജോയിന്റ് ആണെന്ന് പറയാൻ കാരണം? കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സൈലവും ഫ്ലോയവും ഒരൊറ്റ റേഡിയസിൽ ഒരുമിച്ച് കാണപ്പെടുന്നു. അങ്ങനെയുള്ള വാസ്കുലാർ ബണ്ടിൽസിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കൺജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, മുകളിലെ ഫ്ലോയോ ഉണ്ട്, താഴെ സൈലമുണ്ട്. ഇത് രണ്ടും ഒരു ബണ്ടിലായിട്ട് ഒരൊറ്റ റേഡിയസിൽ കാണപ്പെടുന്നു. മനസ്സിലായോ? ഒരൊറ്റ റേഡിയസിലാണ് ഇത് രണ്ടും കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയുന്നത്? കൺജോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എ എന്ന് പറയുന്നത് കൺജോയിന്റ് ആണ്, ഐഡന്റിഫൈ ചെയ്തു. ഫീച്ചർ എന്താണ്? ഫ്ലോയവും സൈലവും ഒരൊറ്റ റേഡിയസിൽ തന്നെ കാണപ്പെടുന്നു. ഓക്കെ ആണല്ലോ? ഇനി ബി ഫിഗർ നോക്കിയേ. ഇവിടെ സൈലമാണിത്, ഫ്ലോയമാണിത്. കണ്ടോ? അപ്പൊ ഇതിന്റെ പേരെന്താണ്? റേഡിയൽ എന്നാണ്. എന്താണ്? റേഡിയൽ. ഓക്കെ, റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ എന്നാണ് ഇതിന്റെ പേര്. ഇതിനെ റേഡിയൽ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഇവിടെ എങ്ങനെയാണ് സൈലവും ഫ്ലോയവും കാണപ്പെടുന്നത്? നോക്കിയേ, സൈലം ഒരു ബണ്ടിലായിട്ട്, ഒരു പാച്ചായിട്ട് കാണുന്നു. അതിനുശേഷം ഫ്ലോയം അടുത്ത പാച്ചായിട്ട് കാണുന്നു. ഇവിടെ നോക്കിയേ, ഈ ഒരു റേഡിയസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സൈലം മാത്രമേ ഉള്ളൂ അല്ലേ? ഈ ഒരു റേഡിയസ് എടുത്താൽ ഇവിടെ ഫ്ലോയം മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത ഈ ഒരു റേഡിയസ് നോക്കിയാൽ ഇവിടെ സൈലം മാത്രമേ ഉള്ളൂ. അതായത് സൈലവും ഫ്ലോയവും സെപ്പറേറ്റ് റേഡിയസിലായിരിക്കും കാണപ്പെടുന്നത്. മനസ്സിലായോ? അതോടൊപ്പം തന്നെ എങ്ങനെയാണ്? സെപ്പറേറ്റ് റേഡിയസിൽ
അൾട്ടർനേറ്റ് മാനറിലായിരിക്കും കാണുന്നത്. നോക്കിയേ, സൈലം ഫ്ലോയം സൈലം ഫ്ലോയം ഇങ്ങനെ അൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. അങ്ങനെയുള്ള വാസ്കുലാർ ബണ്ടിൽസിനെ വിളിക്കുന്ന പേരാണെന്ത്? റേഡിയൽ വാസ്കുലാർ ബണ്ടിൽസ്. അപ്പോൾ 2 തരത്തിലുള്ള വാസ്കുലാർ ബണ്ടിൽസ് ഐഡന്റിഫൈ ചെയ്തു, അതിന്റെ ഫീച്ചേഴ്സ് എഴുതാൻ പഠിച്ചു. ഓക്കെ, വൃത്തിയായിട്ട് പഠിക്കണം. പല രീതിയിൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ ആണിത്, നന്നായിട്ട് പഠിക്കുക. ഓക്കെ ഓക്കെ വാസ്കുലാർ ബണ്ടിൽസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച മറ്റൊരു ചോദ്യം നോക്കിയേ. ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഐഡന്റിഫൈ ദ ടൈപ്സ് ഓഫ് വാസ്കുലാർ ബണ്ടിൽസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന വാസ്കുലാർ ബണ്ടിൽസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് വാസ്കുലാർ ബണ്ടിൽ. അതിന്റെ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു അല്ലേ? അവിടെ 2 ടൈപ്പ് വാസ്കുലാർ ബണ്ടിൽസ് തന്നിരുന്നു. അത് ഐഡന്റിഫൈ ചെയ്യാനും ഫീച്ചേഴ്സ് എഴുതാനും ചോദിച്ചു. അത് ഏതൊക്കെയായിരുന്നു? കൺജോയിന്റും അതുപോലെ തന്നെ എന്താണ്, റേഡിയലും. ഓക്കെ, അപ്പോ അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഇതേപോലെ തന്നെ ചോദിക്കുന്ന വാസ്കുലാർ ബണ്ടിൽസുമായിട്ട് ചോദിക്കുന്ന അടുത്ത ഒരു ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെയും വാസ്കുലാർ ബണ്ടിൽസ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് വാസ്കുലാർ ബണ്ടിൽ നോക്കിയേ. ഫസ്റ്റ് വാസ്കുലാർ ബണ്ടിൽ എങ്ങനെയുള്ളതാണ്? അത് കൺജോയിന്റ് ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിലാണ്. ഫസ്റ്റ് വാസ്കുലാർ ബണ്ടിൽ എന്താണ്? കൺജോയിന്റ് ക്ലോസ്ഡ് ആണ് അല്ലേ? ക്ലോസ്ഡ് ആണ്. കണ്ടോ? എന്തുകൊണ്ടായിരിക്കും ഇത് കൺജോയിന്റ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? സൈലവും ഇത് ഫ്ലോയം ആണ്, ഇത് സൈലം ആണ്. സൈലവും ഫ്ലോയവും എങ്ങനെ കാണപ്പെടുന്നു? ഒറ്റ റേഡിയസിൽ കാണപ്പെടുന്നു, ഒരുമിച്ച് ഒരു ബണ്ടിലായി കാണപ്പെടുന്നു അല്ലേ? സൈലത്തോടൊപ്പം തന്നെ ഫ്ലോയവും ഉണ്ട്. അപ്പൊ ഇത് എന്താണെന്ന് പറയാം? കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽ ആണെന്ന് പറയാം. ഇനി ഇത് എങ്ങനെയാണെന്ന് പറയാം? ക്ലോസ്ഡ് ടൈപ്പ് ആണെന്ന് പറയാം. അത് അവിടെ വേണം. മനസ്സിലായോ? കൺജോയിന്റ് ക്ലോസ്ഡ് എന്ന് വേണം. എന്തുകൊണ്ടായിരിക്കും ക്ലോസ്ഡ് എന്ന് പറയുന്നത്? നമ്മൾ ക്ലാസ്സിൽ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചായിരുന്നു. എങ്ങനെയുള്ള വാസ്കുലാർ ബണ്ടിലിനെയാണ് കൺജോയിന്റ് ക്ലോസ്ഡ് എന്ന് പറയുന്നത്? അതായത് ഇവിടെ എന്തില്ല? ഫ്ലോയത്തിന്റെയും സൈലത്തിന്റെയും ഇടയിൽ കേംബിയം ഇല്ല. ഇവിടെ കേംബിയം ഉണ്ടോ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ? ഇല്ല. അപ്പോ ഫ്ലോയത്തിന്റെയും സൈലത്തിന്റെയും ഇടയിൽ കേംബിയം ഇല്ലാത്തത് കൊണ്ട് ഇതെന്താണെന്ന് പറയാം? ക്ലോസ്ഡ് ആണെന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് വാസ്കുലാർ ബണ്ടിലിന്റെ ഫീച്ചർ, ഫസ്റ്റ് വാസ്കുലാർ ബണ്ടിൽ ഏതാണ്? കൺജോയിന്റ് ക്ലോസ്ഡ് ആണ്. ഇനി ഇതിന്റെ ഫീച്ചർ എഴുതാൻ കൂടി ചോദിച്ചിട്ടില്ലേ? കൺജോയിന്റ് ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിലിന്റെ ഫീച്ചർ എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് സൈലം ആൻഡ് ഫ്ലോയം ആർ ജോയിന്റ്ലി സിറ്റുവേറ്റഡ് അലോങ് ദ സെയിം റേഡിയസ്. ഒരേ റേഡിയസിലാണ് കാണപ്പെടുന്നത്. രണ്ടാമത്തെ ഫീച്ചർ എന്താണ്? ഇവിടുത്തെ പ്രത്യേകത എന്താണ്? കേംബിയം ഈസ് ആബ്സെന്റ് ഇൻ ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം. സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിൽ എന്തില്ല? കേംബിയം ഇല്ല. അതുകൊണ്ടാണ് ഇത് ക്ലോസ്ഡ് എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഇനി നോക്കിയേ, ബി നോക്കിയേ, ബി ഫിഗർ എന്തായിരിക്കും? ഏത് ടൈപ്പ് ആയിരിക്കും? ഇതും കൺജോയിന്റ് ആയിരിക്കും അല്ലെ? കൺജോയിന്റ് ആയിരിക്കും. കൺജോയിന്റ് എന്ന് പറയാൻ കാരണം എന്താണ്? ഇവിടെയും ഫ്ലോയവും സൈലവും ഒരൊറ്റ റേഡിയസിലാണ് കാണപ്പെടുന്നത്, ഒരുമിച്ചൊരു ബണ്ടിലായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇത് എങ്ങനെയുള്ളതായിരിക്കും? കൺജോയിന്റ് ഓപ്പൺ ടൈപ്പ് ആയിരിക്കും. ഏത് ടൈപ്പ് ആയിരിക്കും? ഓപ്പൺ ടൈപ്പ് ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും അത് ഓപ്പൺ ടൈപ്പ് ആയിരിക്കുന്നത്? ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? കേംബിയം കാണാൻ സാധിക്കും. ഓക്കെ, കേംബിയം എവിടെ കാണപ്പെടുന്നുണ്ട്? കേംബിയം പ്രസന്റ് ഇൻ ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം. സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിൽ ഇവിടെ കേംബിയം ഉണ്ട് അല്ലേ? ഈ കേംബിയം ഉള്ളത് കൊണ്ട് അത് എന്താണെന്ന് പറയാം? ഓപ്പൺ ടൈപ്പ് ആണെന്ന് പറയാം. മനസ്സിലായോ? അപ്പോ വാസ്കുലാർ ബണ്ടിൽസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, കൺജോയിന്റ് എന്നും റേഡിയൽ എന്നും. കൺജോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ റേഡിയസിൽ തന്നെ സൈലവും ഫ്ലോയവും വരുന്നു. റേഡിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലവും ഫ്ലോയവും വേറെ വേറെ റേഡിയസിലായിരിക്കും ആൾട്ടർനേറ്റ് ആയിട്ട് സൈലം ഫ്ലോയം അങ്ങനെ ആയിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി കൺജോയിന്റ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. കൺജോയിന്റ് ക്ലോസ്ഡും ഉണ്ട്, കൺജോയിന്റ് ഓപ്പണും ഉണ്ട്. ഓക്കെ, ക്ലോസ്ഡ് എന്ന് വെച്ചാൽ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിൽ കേംബിയം ആബ്സെന്റ് ആണ്. ഓപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ? സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിൽ കേംബിയം ഉണ്ടായിരിക്കും. മനസ്സിലായോ? അതാണ് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് വാസ്കുലാർ ബണ്ടിൽസിന്റെ ഫീച്ചേഴ്സ് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. എക്സാമിന് ഒരുപാട് തവണ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ,
അടുത്തത് 2020 മാർച്ചിലെ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്, ശ്രദ്ധിച്ചേ. ചൂസ് ദ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നോക്കിയേ. കാസ്പേറിയൻ സ്ട്രിപ്സ് ആർ പ്രസന്റ് ഇൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാസ്പേറിയൻ സ്ട്രിപ്സ് കാണപ്പെടുന്നു. എവിടെയാണ്? ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഡൈക്കോട്ട് റൂട്ട്, ഡൈക്കോട്ട് സ്റ്റെം, ഡൈക്കോട്ട് ലീഫ്, മോണോകോട്ട് സ്റ്റെം. ഇതിൽ ഏതാണ് എന്ന് കറക്റ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായിരിക്കും? ഡൈക്കോട്ട് റൂട്ടിലായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, ഡൈക്കോട്ട് റൂട്ടിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് കാസ്പേറിയൻ സ്ട്രിപ്സ് എന്ന് പറയുന്നത്. എന്താണ് കാസ്പേറിയൻ സ്ട്രിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റൂട്ടിന്റെ അനാട്ടമി പഠിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ലെയേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? എപ്പിഡെർമിസ്, അതുപോലെ തന്നെ എന്താണ് ഉള്ളിലേക്ക് വരുമ്പോൾ കോർട്ടെക്സ്, എൻഡോഡെർമിസ്, അങ്ങനെ പല ലെയേഴ്സ് പഠിച്ചിട്ടുണ്ട്. അതില് ഏത് റീജിയണിലാണ് ഇത് കാണുന്നത്? എൻഡോഡെർമൽ റീജിയണിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, എൻഡോഡെർമൽ റീജിയണിലെ സെൽസിൽ ദ വാൾ ഓഫ് എൻഡോഡെർമൽ സെൽസ് ഹാവ് ദ ഡെപ്പോസിഷൻ ഓഫ് എ വാട്ടർ ഇംപെർമിയബിൾ waxy material called suberin. That deposition is known as Casparian strips. അതായത് എൻഡോഡെർമൽ സെൽസിന്റെ വാളില് വാട്ടർ ഇംപെർമിയബിൾ ആയിട്ടുള്ള, വാട്ടറിനെ കടത്തി വിടാത്ത ഒരു വാക്സി മെറ്റീരിയൽ ഉണ്ട്. ഓക്കെ, ഒരു വാക്സി മെറ്റീരിയൽ ഈ എൻഡോഡെർമൽ സെൽസിന്റെ വാളിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് സുബറിൻ. ഓക്കെ, അപ്പൊ ഈ ഡെപ്പോസിഷനെ വിളിക്കുന്ന പേരാണെന്ത്? കാസ്പേറിയൻ സ്ട്രിപ്സ് എന്ന് പറയുന്നത്. ഇത് എവിടെയാ കാണപ്പെടുന്നത്? ഡൈക്കോട്ട് റൂട്ടിലാണ് കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ആ ഒരു ഫീച്ചർ മനസ്സിലായേ? അത് കറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. ഇപ്പൊ റൂട്ട്, അതിന്റെ അനാട്ടമി, അതുപോലെ തന്നെ ലീഫ്, ലീഫിന്റെ അനാട്ടമി, സ്റ്റെമ്മിന്റെ അനാട്ടമി, ഇതൊക്കെ നന്നായിട്ട് പഠിക്കണം. അതിന്റെ ഫീച്ചേഴ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, എല്ലാത്തിന്റെയും ഗ്രൗണ്ട് പ്ലാൻ ഒക്കെ വരയ്ക്കാനും പഠിച്ചിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ അനാട്ടമിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യം നോക്കിയ ഒരു 1 മാർക്ക് ചോദ്യമാണ്. ചൂസ് ദ കറക്റ്റ് വൺ. കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? ഓൾ ദ ടിഷ്യൂസ് ഇൻസൈഡ് ദ എൻഡോഡെർമിസ് ടുഗദർ കൺസ്റ്റിറ്റ്യൂട്ട്. എൻഡോഡെർമിസിനുള്ളിൽ വരുന്ന എല്ലാ ടിഷ്യൂസിനെയും കൂടി ചേർത്ത് വിളിക്കുന്ന പേര് എന്താണ്? കൺജക്റ്റീവ് ടിഷ്യൂ, സ്റ്റീല്, പെരിസൈക്കിള്, അതുപോലെ തന്നെ വാസ്കുലാർ ബണ്ടില്. ഇത്രയുമാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ കറക്റ്റ് ആൻസർ എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ്? സ്റ്റീലാണ്. ഓക്കെ, അപ്പോ എന്താ, നമ്മുടെ എൻഡോഡെർമിസിന്റെ ഉള്ളില് കാണപ്പെടുന്ന കംപ്ലീറ്റ് ടിഷ്യൂസിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റീല്. ഓക്കെ, അപ്പൊ ഈ സ്റ്റീൽ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന ടിഷ്യൂസ് ഏതൊക്കെയാണ്? അല്ലെങ്കിൽ എൻഡോഡെർമിസിനുള്ളിൽ വരുന്ന ടിഷ്യൂസ് ഏതൊക്കെയാണ്? സ്റ്റീലിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ടിഷ്യൂസ് ആണ്. പെരിസൈക്കിൾ വരുന്നുണ്ട് അല്ലെ? പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. പെരിസൈക്കിൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ വാസ്കുലാർ ബണ്ടിൽസ് വരുന്നുണ്ട്, പിത്ത് വരുന്നുണ്ട്, കൺജക്റ്റീവ് ടിഷ്യൂസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റീൽ എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ്, നമ്മുടെ അനാട്ടമിയില് ഗ്രൗണ്ട് പ്ലാന്റ് കുറെ പിക്ചറൊക്കെ തന്നിട്ടുണ്ട് അല്ലെ? റൂട്ടിന്റെയും സ്റ്റെമ്മിന്റെയും ലീഫിന്റെയും ഒക്കെ അനാട്ടമിക് സ്ട്രക്ചർ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ ഒരു പിക്ചറുകളെല്ലാം, ആ ഒരു സ്ട്രക്ചർ കാണിക്കുന്ന പിക്ചേഴ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. എക്സാമിന് പല രീതിയിൽ അവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നമ്മുടെ അനാട്ടമിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഫിഗർ തന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. ചോദ്യം ശ്രദ്ധിച്ചേ. ഐഡന്റിഫൈ ദ പ്ലാൻ പാർട്ട് ആൻഡ് എക്സ്പ്ലെയിൻ എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്സ് വാസ്കുലാർ ബണ്ടിൽസ്. ഇവിടെ ഒരു പ്ലാൻ പാർട്ട്, ഒരു ഫിഗർ തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ഫിഗർ ഇവിടെ വരച്ചിട്ടില്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഫിഗർ ആണ്. പേജ് നമ്പർ 92 ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ഗ്രൗണ്ട് പ്ലാൻ കൊടുത്തിട്ടില്ലേ? ഒരു സർക്കിളിലുള്ള ആ ഗ്രൗണ്ട് പ്ലാൻ ആണ് ഇവിടെ തന്നിരിക്കുന്ന ഫിഗർ. ഞാനത് വരച്ചിട്ടില്ല, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പൊ പേജ് നമ്പർ 92 ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ഗ്രൗണ്ട് പ്ലാൻ, അതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഐഡന്റിഫൈ ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ഒരു ഫിഗർ നോക്കിയിട്ട് അതിലെ വാസ്കുലാർ ബണ്ടിൽസിന്റെ പ്രത്യേകത എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഡൈക്കോട്ട് സ്റ്റെം നോക്കിയാല് ആ ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ആ ഒരു ഫിഗർ എല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ, എങ്കിലേ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ.
അപ്പോ എന്തൊക്കെയായിരിക്കാം അതിന്റെ പ്രത്യേകത? വാസ്കുലാർ ബണ്ടിൽസ് ഡൈക്കോട്ട് സ്റ്റെമ്മിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? they are arranged in a ring. എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു? അറേഞ്ച്ഡ് ഇൻ എ റിങ്, ഒരു റിങ് പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. വാസ്കുലാർ ബണ്ടിൽസ് ഒരു റിങ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇനി വാസ്കുലാർ ബണ്ടിൽസിന്റെ പ്രത്യേകത എന്താ? വാസ്കുലാർ ബണ്ടിൽ ഈസ് കൺജോയിന്റ് ടൈപ്പ് ആണ്. കൺജോയിന്റ് എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഓപ്പൺ ആണ്, അതായത് വാസ്കുലാർ ബണ്ടിലിൽ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിൽ എന്തുണ്ട്? കേമ്പിയം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്പൺ ടൈപ്പ് ആണ്. അതുപോലെ തന്നെ എൻഡാർച്ച് കണ്ടീഷൻ ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, സ്റ്റെമ്മിലെല്ലാം എൻഡാർച്ച് കണ്ടീഷനിലായിരിക്കും. ക്ലിയർ? അപ്പോൾ കറക്റ്റ് ആയിട്ട് ആ പോയിന്റ്സ് അതുപോലെ എഴുതിയാൽ നമുക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഫിഗേഴ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഇതേ രീതിയിൽ ചോദിച്ചിട്ടുള്ള ഫിഗർ വന്നിട്ട് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമുണ്ട്, അത് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ഫോളോയിങ് ആർ the diagrams showing primary structure of dichotestem and monocotestem. കണ്ടോ? ഡൈക്കോട്ടിസ്റ്റം ആൻഡ് മോണോകോട്ടിസ്റ്റം. ഡൈക്കോട്ടിസ്റ്റം, മോണോകോട്ടിസ്റ്റം എന്നിവയുടെ രണ്ട് പിക്ചറാണ് തന്നിരിക്കുന്നത്. പിക്ചർ ഇവിടെ ഞാൻ വരച്ചിട്ടില്ല. പിക്ചർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എന്താണ് ഡൈക്കോട്ട് മോണോകോട്ട് സ്റ്റെമ്മിന്റെ ഗ്രൗണ്ട് പ്ലാനിലെ സർക്കിളിൽ കൊടുത്തിരിക്കുന്നത്, അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ റൈറ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ദം. അവ തമ്മിലുള്ള ഏതെങ്കിലും 3 ഡിഫറൻസസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡൈക്കോട്ട് സ്റ്റെമ്മും മോണോകോട്ട് സ്റ്റെമ്മും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ അത് തമ്മിൽ തന്നിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെയും മോണോകോട്ട് സ്റ്റെമ്മിന്റെയും ആണ്. അപ്പോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡൈക്കോട്ട് സ്റ്റെമ്മും മോണോകോട്ട് സ്റ്റെമ്മും തമ്മിലുള്ള ഡിഫറൻസസ്. നമ്മൾ ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചായിരുന്നു അല്ലേ, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഡിഫറൻസസ്. ആദ്യം നമുക്ക് ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഡൈക്കോട്ട് സ്റ്റെമ്മ് നോക്കിക്കഴിഞ്ഞാൽ ഡൈക്കോട്ട് സ്റ്റെമ്മിലെ ഹൈപ്പോഡെർമിസ് എങ്ങനെയുള്ളതാണ്? കോളൻ കൈമാറ്റസ് ആണ്. ഓക്കെ, അപ്പോൾ ഡൈക്കോട്ട് സ്റ്റെമ്മിലെ ഹൈപ്പോഡെർമിസ് എന്തുകൊണ്ട് നിർമ്മിച്ചതാണ്? കോളൻ കൈമാറ്റസ് ആണ്, കോളൻ കൈമ കൊണ്ട് നിർമ്മിച്ചതാണ്. എന്നാൽ മോണോകോട്ടിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഹൈപ്പോഡെർമിസ് എന്തുകൊണ്ട് നിർമ്മിച്ചതാണ്? സ്ക്ലീറൻ കൈമ കൊണ്ട് നിർമ്മിച്ചതാണ്. അതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി രണ്ടാമത്തേത് ഡൈക്കോട്ട് സ്റ്റെം നോക്കിയാൽ അവിടുത്തെ വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ഇൻ നമ്പർ, വളരെ കുറച്ചെണ്ണം മാത്രമായിരിക്കും ഉള്ളത്. എന്നാൽ നമ്മുടെ മോണോകോട്ട് സ്റ്റെമ്മിലേക്ക് പോയാലോ, അവിടെ വാസ്കുലാർ ബണ്ടിൽസ് എങ്ങനെയാണ്? ന്യൂമറസ് ഇൻ നമ്പർ, ഒരുപാട് എണ്ണം കാണാൻ പറ്റുന്നു, ഒരുപാട് എണ്ണം സ്കാറ്റർ ചെയ്ത് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നു. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കിയേ. വാസ്കുലാർ ബണ്ടിൽസ് ആർ അറേഞ്ച്ഡ് ഇൻ എ റിംഗ് ഇൻ ഡൈക്കോട്ട് സ്റ്റെം. ഡൈക്കോട്ട് സ്റ്റെമ്മില് വാസ്കുലാർ ബണ്ടിൽസ് എല്ലാം ഒരു റിംഗിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, എന്നാൽ മോണോകോട്ട് സ്റ്റെമ്മിലേക്ക് വരുമ്പോഴോ വാസ്കുലാർ ബണ്ടിൽസ് എന്ത് ചെയ്തിരിക്കുന്നു? സ്കാറ്റർ ചെയ്ത് ചിതറിക്കിടക്കുന്നത് പോലെയാണ് കാണപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത നാലാമത്തേതാണ് ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ പ്രത്യേകത. എന്താണ്? വാസ്കുലാർ ബണ്ടിൽസ് എല്ലാം ഓപ്പൺ ടൈപ്പ് ആയിരിക്കും. ഏത് ടൈപ്പ് ആയിരിക്കും? ഓപ്പൺ ടൈപ്പ് ആയിരിക്കും. എന്നാൽ മോണോകോട്ട് സ്റ്റെമ്മിലേക്ക് ചെല്ലുമ്പോഴോ ക്ലോസ്ഡ് ടൈപ്പ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അതൊക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കുക. നമ്മൾ ക്ലാസ്സിൽ പഠിച്ച സമയത്ത് കറക്റ്റ് ആയിട്ട് ഇതെല്ലാം പഠിച്ചു വെച്ചതാണ് അല്ലേ. അപ്പോൾ അതെല്ലാം ആ ഒരു ഓർഡറിൽ മനസ്സിലാക്കി വെക്കുക. ഡിഫറൻസ് എഴുതുമ്പോൾ 2 കോളം വരച്ചിട്ട് ഒന്നാമത്തെ കോളത്തിൽ ഡൈക്കോട്ട് എന്നും രണ്ടാമത്തെ കോളത്തിൽ മോണോകോട്ട് സ്റ്റെം എന്നും കൊടുക്കുക. എന്നിട്ട് വേണം ഡിഫറൻസ് എഴുതാൻ. കേട്ടോ? അപ്പോൾ നന്നായിട്ട് നമുക്ക് ആൻസർ ചെയ്യുക, ഫുൾ മാർക്ക് വാങ്ങിക്കുക. ഓക്കെ, ഇതേ രീതിയിൽ തന്നെ ഡൈക്കോട്ട് സ്റ്റെമ്മും മോണോകോട്ട് സ്റ്റെമ്മുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ചോദ്യം ഇതാണ്: ദ ഇന്റേണൽ അനാട്ടമി ഓഫ് ഡൈക്കോട്ട് ആൻഡ് മോണോകോട്ട് സ്റ്റെംസ് ആർ ഷോൺ ബിലോ. ഓക്കെ, അപ്പോൾ അവിടെയും ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെയും മോണോകോട്ട് സ്റ്റെമ്മിന്റെയും ഫിഗർ തന്നിട്ടുണ്ട്. ഇവിടുത്തെ പോലെ തന്നെ സെയിം ഫിഗർ തന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് മെൻഷൻ എനി 4 ഡിഫറൻസസ് ബിറ്റ്വീൻ ദെയർ വാസ്കുലാർ ബണ്ടിൽസ്. അവിടുത്തെ രണ്ടിടത്തെയും വാസ്കുലാർ ബണ്ടിൽസ് തമ്മിലുള്ള ഡിഫറൻസസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഉള്ള ചോദ്യത്തിൽ എന്താ? ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെയും മോണോകോട്ട് സ്റ്റെമ്മിന്റെയും തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്?
ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ വാസ്കുലാർ ബണ്ടിലും മോണോകോട്ട് സ്റ്റെമ്മിന്റെ വാസ്കുലാർ ബണ്ടിലും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, സെയിം ആണ് സംഭവം തന്നെ. അതായത് ഒരേപോലെ രണ്ട് അനാട്ടമി തന്നെ, ആ രണ്ട് അനാട്ടമിയിലെ ഡൈക്കോട്ടിലെ അനാട്ടമി മോണോകോട്ടിലെ അനാട്ടമി, ആ രണ്ട് സ്ട്രക്ചറും പഠിച്ച കുട്ടിക്ക് എങ്ങനെ എവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാൻ പറ്റും അല്ലേ? സെയിം സ്ട്രക്ചറിലെ തന്നെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. ആദ്യം എന്താ പറഞ്ഞത്? സ്റ്റെമ്മിന്റെ സ്ട്രക്ചറും ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെയും മോണോകോട്ട് സ്റ്റെമ്മിന്റെയും തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ ചോദിച്ചത് എന്താണ്? ഡൈക്കോട്ട് സ്റ്റെമ്മിലെ വാസ്കുലാർ ബണ്ടിലിന്റെയും മോണോകോട്ട് സ്റ്റെമ്മിലെ വാസ്കുലാർ ബണ്ടിലിന്റെയും തമ്മിലുള്ള ഡിഫറൻസ്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു അനാട്ടമി സ്ട്രക്ചർ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ ഏത് രീതിയിൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ ഫീച്ചേഴ്സ് എല്ലാം ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഒന്നും കൂടി ഞാനൊന്ന് പറഞ്ഞേക്കാം. ജസ്റ്റ് വാസ്കുലാർ ബണ്ടിൽസ് ലിമിറ്റഡ് നമ്പർ ആണ് എവിടെ? ഡൈക്കോട്ടില്. എന്നാൽ മോണോകോട്ടിലേക്ക് വരുമ്പോൾ ന്യൂമറസ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതുപോലെ തന്നെ വാസ്കുലാർ ബണ്ടിൽസ് ഡൈക്കോട്ടില് റിംഗ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നാൽ മോണോകോട്ടിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? സ്കാറ്റർ ചെയ്തിരിക്കുന്നു. ഇനി ഡൈക്കോട്ടിൽ നോക്കുകയാണെങ്കിൽ വാസ്കുലാർ ബണ്ടിൽസ് എല്ലാം ഓപ്പൺ ടൈപ്പ് ആണ്. മോണോകോട്ടിൽ ഏത് ടൈപ്പ് ആണ്? ക്ലോസ്ഡ് ടൈപ്പ് ആണ്. ഇനി നമ്മൾ പറയാത്ത ഒരു ഫീച്ചർ ഉണ്ട്. അതായത് നേരത്തെ ക്വസ്റ്റ്യനിൽ ആൻസർ പറഞ്ഞപ്പോൾ നമ്മൾ പറയാത്ത ഒരു ഫീച്ചർ ഇവിടെ അഡീഷണൽ ആയിട്ട് എഴുതേണ്ടതുണ്ട്. അത് ഇതാണ്. ഡൈക്കോട്ട് സ്റ്റെം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബണ്ടിൽ ഷീത്ത് ആബ്സെന്റ് ആയിരിക്കും. എന്താ ആബ്സെന്റ് ആയിരിക്കും? ഡൈക്കോട്ടില് ബണ്ടിൽ ഷീത്ത്. ഓക്കെ, ഡൈക്കോട്ട് സ്റ്റെമ്മില് ബണ്ടിൽ ഷീത്ത് എങ്ങനെയാണ്? ആബ്സെന്റ് ആണ്. അവിടെ നമുക്ക് ബണ്ടിൽ ഷീത്ത് കാണാൻ സാധിക്കത്തില്ല. അതൊരു ഡിഫറൻസ് ആണ്. ഓക്കെ, നേരത്തെ നമ്മൾ പറയാത്ത ഒരു ഡിഫറൻസ് ആണ്. എന്നാൽ മോണോകോട്ടിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? സ്ക്ലീറൻ കൈമ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ബണ്ടിൽ ഷീത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യുക. ബാക്കിയെല്ലാം മുൻപുള്ള ചോദ്യത്തിൽ നമ്മൾ ആൻസർ പറഞ്ഞതുപോലെ തന്നെ എഴുതുക. ഓക്കെ, ഈ ഒരു പോയിന്റ് കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യുക. മോണോകോട്ട് വരുമ്പോ എങ്ങനെയാണ്? ബണ്ടിൽ ഷീത്ത് ഉണ്ട്. ഏത് ബണ്ടിൽ ഷീത്താണ്? സ്ക്ലീറൻ കൈമാറ്റസ് ബണ്ടിൽ ഷീത്ത് ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ അത് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് പഠിക്കുക. ഓക്കെ ഓക്കെ ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെയും മോണോകോട്ട് സ്റ്റെമ്മിന്റെയും അനാട്ടമിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യമാണ്. ശ്രദ്ധിക്കുക. The following are the characters of dicot stem and monocot stem. ഇവിടെ കുറച്ച് ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. ഈ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെയും മോണോകോട്ട് സ്റ്റെമ്മിന്റേതുമാണ്. ഓക്കെ, ഐഡന്റിഫൈ ദ ക്യാരക്ടേഴ്സ് ആൻഡ് റൈറ്റ് ഇൻ അപ്രോപ്രിയേറ്റ് കോളം എന്നാണ് ക്വസ്റ്റ്യൻ. ഇതില് ഡൈക്കോട്ടിന്റെ ഏത് മോണോകോട്ടിന്റെ ഏത് എന്ന് തിരിച്ചറിയുക, എന്നിട്ട് അത് കറക്റ്റ് ആയിട്ട് കോളത്തിലാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് കോളം വരയ്ക്കണം. ഡൈക്കോട്ട് സ്റ്റെം എന്നും മോണോകോട്ട് സ്റ്റെം എന്നും എഴുതണം. എഴുതിയിട്ട് ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ക്യാരക്ടേഴ്സ് എല്ലാം ഡൈക്കോട്ട് സ്റ്റെം എന്ന് പറയുന്ന കോളത്തിലും മോണോകോട്ട് സ്റ്റെമ്മിന്റെ ക്യാരക്ടേഴ്സ് രണ്ടാമത്തെ കോളത്തിലും എഴുതുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇവിടുത്തെ ക്യാരക്ടേഴ്സ്. ഫസ്റ്റ്, സ്ക്ലീറൻ കൈമാറ്റസ് ഹൈപ്പോഡെർമിസ്. എന്താണ് സ്ക്ലീറൻ കൈമാറ്റസ് ഹൈപ്പോഡെർമിസ്? അത് ഏതിന്റെ പ്രത്യേകതയാണ്? മോണോകോട്ട് സ്റ്റെമ്മിന്റേതാണ് അല്ലെ. അപ്പൊ അത് മോണോകോട്ട് സ്റ്റെമ്മിന്റെ ഗ്രൂപ്പിൽ കൊടുക്കാം. ഇവിടെ എന്ത് കൊടുക്കാം? മോണോകോട്ട് സ്റ്റെമ്മിന്റെ ഗ്രൂപ്പിൽ കൊടുക്കാം. അടുത്ത രണ്ടാമത്തെയാണ് കോളൻ കൈമാറ്റസ് ഹൈപ്പോഡെർമിസ്. കോളൻ കൈമാറ്റസ് ഹൈപ്പോഡെർമിസ് ആരുടെ പ്രത്യേകതയാണ്? ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ പ്രത്യേകതയാണ് അല്ലെ. അപ്പൊ അത് എവിടെ കൊടുക്കുക? ഫസ്റ്റ് കോളം അല്ലെങ്കിൽ ഡൈക്കോട്ട് സ്റ്റെം എന്ന് പറയുന്ന കോളത്തിൽ കൊടുക്കാം. നെക്സ്റ്റ് എന്താണ്? വാസ്കുലാർ ബണ്ടിൽസ് ആർ കൺജോയിന്റ് ആൻഡ് ക്ലോസ്ഡ്. കൺജോയിന്റ് ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽസ് ഉള്ളത് എവിടെയാണ്? എവിടെയാണ്? മോണോകോട്ട് സ്റ്റെമ്മിലാണ് അല്ലെ. കൺജോയിന്റ് ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽസ് ഉള്ളത് എവിടെയാണ്? മോണോകോട്ട് സ്റ്റെമ്മിലാണ്. അപ്പോ ഇത് എവിടെ എഴുതണം? മോണോകോട്ട് സ്റ്റെമ്മിൽ എഴുതണം. അടുത്ത എന്താണ്? വാസ്കുലാർ ബണ്ടിൽസ് ആർ അറേഞ്ച്ഡ് ഇൻ എ റിംഗ്. വാസ്കുലാർ ബണ്ടിൽസ് എവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു? ഒരു റിംഗ് പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അത് ആരുടെ പ്രത്യേകതയാണ്? ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ പ്രത്യേകതയാണ്. അപ്പൊ അത് എവിടെ എഴുതണം? ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ കോളത്തിൽ എഴുതണം. അങ്ങനെ രണ്ട് കോളത്തിലാക്കി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അനാട്ടമിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരുപാട് എക്സാമിന്, എല്ലാ എക്സാമുകൾക്കും ഒരുപാട് തരത്തിൽ ചോദ്യങ്ങൾ ഇവിടെ നിന്ന് ചോദിക്കാം. അപ്പോൾ കറക്റ്റ് ആയിട്ട് അനാട്ടമി സ്ട്രക്ചർ, ഇപ്പൊ നമ്മൾ സ്റ്റെമ്മിന്റെ പറഞ്ഞോളൂ, ഇതുപോലെ റൂട്ടിന്റെ ഉണ്ട്, ലീഫിന്റെ ഉണ്ട്. കറക്റ്റ് ആയിട്ട് ആ അനാട്ടമി സ്ട്രക്ചർ ഗ്രൗണ്ട് പ്ലാൻ വരയ്ക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ ഫീച്ചേഴ്സ് എല്ലാം മനസ്സിലാക്കി വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, ഫുൾ മാർക്ക് നമുക്ക് വാങ്ങണം. ക്ലിയർ?
അപ്പോൾ നമ്മൾ സ്റ്റെമ്മിന്റെ അനാട്ടമി ഒക്കെ പഠിച്ചു. ഇതേപോലെ തന്നെ ലീഫിന്റെ അനാട്ടമിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം നോക്കിയേ, 2020 എക്സാമിന് ചോദിച്ചതാണ്. ഇവിടെ ഒബ്സർവ് ദ ഫിഗർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഫിഗർ വരച്ചിട്ടില്ല, ടെക്സ്റ്റ് ബുക്ക് തുറന്നിട്ട് ഫിഗർ നിങ്ങൾ നോക്കാം. പേജ് നമ്പർ 94 ഡൈക്കോട്ട് ലീഫിന്റെ ഒരു ഫിഗർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഡൈക്കോട്ട് ലീഫിന്റെ ആ ഒരു സ്ട്രക്ചർ ടെക്സ്റ്റ് ബുക്കിലില്ലേ, അപ്പൊ ആ ഒരു ഫിഗർ ആണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ, റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് മീസോഫിൽ സെൽസ് ഫ്രം ദിസ് ഫിഗർ. ഈ ഫിഗറിൽ നിന്നും മീസോഫിൽ സെൽസിന്റെ പ്രത്യേകത കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? മീസോഫിൽ സെൽസിന്റെ പ്രത്യേകത എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഡൈക്കോട്ട് ലീഫിലെ മീസോഫിൽ സെൽസിന്റെ പ്രത്യേകത എന്താ? ഡൈക്കോട്ട് ലീഫിലെ മീസോഫിൽ സെൽസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം അല്ലെ. മീസോഫിൽ ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻടു പാലിസൈഡ് മീസോഫിൽ സെൽസ്, അതുപോലെ തന്നെ എന്താണ് സ്പോഞ്ചി അല്ലെ, പാലിസൈഡ് പാരൻകൈമ, സ്പോഞ്ചി പാരൻകൈമ എന്നിങ്ങനെ രണ്ടായിട്ട് മീസോഫിൽ സെൽസിനെ എന്ത് ചെയ്തിരിക്കുന്നു, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. നമ്മൾ പഠിച്ചതാണ് അനാട്ടമി പഠിച്ചപ്പോ അല്ലെ. അപ്പൊ പാലിസൈഡ് പാരൻകൈമ അതുപോലെ തന്നെ സ്പോഞ്ചി പാരൻകൈമ എന്നിങ്ങനെ 2 ടൈപ്പ് മീസോഫിൽ സെൽസ് നമുക്ക് ഡൈക്കോട്ട് ലീഫിൽ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി പാലിസൈഡ് പാരൻകൈമ എന്ന് വെച്ചാൽ എന്താ, ഇലോങ്ങേറ്റഡ് സെൽസ് ആണ് അല്ലെ. ഓർമ്മയുണ്ടോ? ദേ ഇങ്ങനെ നീളത്തിലിരിക്കുന്ന ഇലോങ്ങേറ്റഡ് സെൽസ് ആണ് പാലിസൈഡ് പാരൻകൈമയിൽ വരുന്നത്. ഓക്കെ, അപ്പോ ഇലോങ്ങേറ്റഡ് സെൽസ് ആണ് പാലിസൈഡ് പാരൻകൈമയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണത്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇലോങ്ങേറ്റഡ് സെൽസ്. അതുപോലെ തന്നെ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, വെർട്ടിക്കലി അറേഞ്ച്ഡ്, വെർട്ടിക്കലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ആ പാരലൽ ആയിട്ട്. അതുപോലെ തന്നെ സെൽസ് എങ്ങനെയാണ് നോക്കിയേ, ഒരു സെല്ലിന് പാരലൽ ആയിട്ടായിരിക്കും അടുത്ത സെല്ല് വന്നിരിക്കുന്നത്. വെർട്ടിക്കലി അറേഞ്ച്ഡ് ആയിരിക്കും, പാരലൽ ആയിട്ടായിരിക്കും സെൽസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമതാണ് സ്പോഞ്ചി പാരൻകൈമ അല്ലെ. സ്പോഞ്ചി പാരൻകൈമ സെൽസ് എങ്ങനെയാണ്, ദേ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിനിടയിൽ എന്ത് വരാം, ഇന്റർ സെല്ലുലാർ സ്പേസസ് ഒക്കെ വരാം. അങ്ങനെയുള്ള എന്താണ് താഴത്തെ സെൽസ് ആണ് എന്ത്, സ്പോഞ്ചി പാരൻകൈമ എന്ന് പറയുന്നത്. അവയുടെ പ്രത്യേകത ഇടയിൽ ഇന്റർ സെല്ലുലാർ സ്പേസസ് വരാം, ലൂസ്ലി അറേഞ്ച്ഡ് ആയിരിക്കും. അപ്പൊ ആ പോയിന്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എഴുതണം കേട്ടോ. നോക്കിയേ, ലീഫുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള അടുത്ത ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്, ദ ടിഷ്യൂ ഫൗണ്ട് ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ എപ്പിഡെർമിസ് ഓഫ് എ ലീഫ് ഈസ് കാൾഡ് മീസോഫിൽ. നമുക്കറിയാം അല്ലേ, ഒരു എന്താ ലീഫിന്റെ അനാട്ടമി നോക്കിയാൽ അപ്പർ എപ്പിഡെർമിസും കാണും, അതായത് മുകളിൽ എപ്പിഡെർമിസും കാണും, ലോവർ എപ്പിഡെർമിസും കാണും. ഓക്കെ, അപ്പൊ ഇതിനിടയിൽ വരുന്ന അപ്പർ എപ്പിഡെർമിസിനും ലോവർ എപ്പിഡെർമിസിനും ഇടയിൽ വരുന്ന ടിഷ്യൂവിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മീസോഫിൽ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, എ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ടൈപ്പ് ഓഫ് സെൽസ് ഫൗണ്ട് ഇൻ ദിസ് ടിഷ്യൂ ഇൻ എ ഡൈക്കോട്ട് ലീഫ്. ഒരു ഡൈക്കോട്ട് ലീഫില് ഈ പറയുന്ന ടിഷ്യൂ, അതായത് മീസോഫിൽ സെൽസ് ടിഷ്യൂവിന്റെ പ്രത്യേകത എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ അത് തന്നെയല്ലേ പറഞ്ഞത്, എന്താണ്, മീസോഫിലിനെ പാലിസൈഡ് പാരൻകൈമ, സ്പോഞ്ചി പാരൻകൈമ എന്ന് തിരിച്ചിരിക്കുന്നു. കണ്ടോ, ക്വസ്റ്റ്യൻ വേറൊരു രീതി ചോദിച്ചിരിക്കുന്നത് കണ്ടോ. അവിടെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു, ഇവിടെ എന്ത് ചെയ്തു, കുറച്ചും കൂടെ മാറ്റി വേറൊരു രീതി ചോദിച്ചു. രണ്ടിന്റെ ആൻസർ സെയിം തന്നെയാണ്. ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, മെൻഷൻ 2 ഡിഫറൻസസ് ബിറ്റ്വീൻ ഡൈക്കോട്ട് ലീഫ് ആൻഡ് മോണോകോട്ട് ലീഫ്. ഡൈക്കോട്ട് ലീഫും മോണോകോട്ട് ലീഫും തമ്മിലുള്ള 2 ഡിഫറൻസസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഡിഫറൻസസ് ഏതൊക്കെയാണെന്ന് കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക. ഡൈക്കോട്ട് ലീഫ് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഡിഫറൻസ്, പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ, ലോവർ എപ്പിഡെർമിസ് കൺസിസ്റ്റ് ഓഫ് മോർ സ്റ്റൊമാറ്റ ദാൻ അപ്പർ എപ്പിഡെർമിസ്. ഡൈക്കോട്ട് ലീഫില് ലോവർ എപ്പിഡെർമിസിൽ കൂടുതൽ സ്റ്റൊമാറ്റോ ഉണ്ടായിരിക്കും അപ്പർ എപ്പിഡെർമിസിനേക്കാൾ. എന്നാൽ മോണോകോട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും, സ്റ്റൊമാറ്റ 2 സൈഡിലും, അതായത് അപ്പർ പോർഷനിലും ലോവർ പോർഷനിലും ഒരുപോലെ ഉണ്ടായിരിക്കും. ഇനി ഡൈക്കോട്ട് ലീഫിലോട്ട് വരുമ്പോൾ അടുത്ത നമ്മൾ പഠിച്ച പ്രത്യേകത എന്താ, മീസോഫിൽ ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻടു പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി പാരൻകൈമ അല്ലെ. എന്നാൽ ഇവിടെ മോണോകോട്ടിലേക്ക് വരുമ്പോൾ മീസോഫിലിനെ അങ്ങനെ പാലിസൈഡ് എന്നോ സ്പോഞ്ചി എന്നോ ഒന്നും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. അതൊരു ഡിഫറൻസ് ആണ്. അടുത്ത ഡൈക്കോട്ട് ലീഫ് നോക്കുകയാണെങ്കിൽ വാസ്കുലാർ ബണ്ടിൽസിന്റെ സൈസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, സൈസ് അത് കറക്റ്റ് ആയിട്ട് എഴുതണം കേട്ടോ. സൈസ് ഓഫ് ദ വാസ്കുലാർ ബണ്ടിൽസ് ഡിക്രീസസ് ഫ്രം ദ സെന്റർ ടു പെരിഫറി. സെന്ററിൽ നിന്നും പെരിഫറിയിലേക്ക് പോകുമ്പോൾ വാസ്കുലാർ ബണ്ടിൽസിന്റെ സൈസ് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്തു വരുന്നു. എന്നാൽ മോണോകോട്ടിൽ എങ്ങനെയാണ്, വാസ്കുലാർ ബണ്ടിൽസ് ആർ
സിമിലർ സൈസ് ആയിരിക്കും. ആ മിഡ് റിബ് റീജിയൻ ഒഴിച്ച് ബാക്കി എല്ലായിടവും സിമിലർ സൈസ് ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചതാണ്, കറക്റ്റ് ആയിട്ട് പഠിച്ചതാണ്. അപ്പം അതൊക്കെ നന്നായിട്ട് തിരിഞ്ഞു പോകാതെ എഴുതണം. ഓക്കെ, അപ്പം അതൊരു ചോദ്യമാണ്. ഇതേപോലെ തന്നെ ഇതേ ആൻസർ തന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അത് ഡയറക്റ്റ് അങ്ങ് ചോദിച്ചതാണ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ ലീഫ് അനാട്ടമി ഓഫ് ഡൈക്കോട്ട് ലീഫ് ആൻഡ് മോണോക്കോട്ട് ലീഫ്. അതൊക്കെ എഴുതിക്കൂടെ? എളുപ്പമല്ലേ പഠിക്കാൻ? എളുപ്പമാണ്. അത് ഒരു ആൻസർ തന്നെയാണ്, പക്ഷെ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു മാർക്ക് പോലും ആരും കളയരുത്, നന്നായിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മൾ അനാട്ടമി പഠിച്ചില്ലേ? ഡൈക്കോട്ട് സ്റ്റെമ്മ്, മോണോക്കോട്ട് സ്റ്റെമ്മ്, ഡൈക്കോട്ട് റൂട്ട്, മോണോക്കോട്ട് റൂട്ട്, ഡൈക്കോട്ട് ലീഫ്, മോണോക്കോട്ട് ലീഫ്, ഇതൊക്കെ പഠിച്ചു. അപ്പൊ ഇവിടെ എക്സാമിന് ചോദിച്ചിരിക്കുന്ന ഒരു രീതിയാണ് ക്വസ്റ്റ്യൻ്റെ ഇത്. ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ ഫോളോയിങ് ആർ അനാട്ടമിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഇവിടെ കുറച്ച് ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇതെല്ലാം എന്താണ്? നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ അനാട്ടമിക്കൽ ഫീച്ചേഴ്സ് ആണ്. അവിടെ റൂട്ടെന്നോ സ്റ്റെമ്മെന്നോ ലീഫെന്നോ എടുത്ത് പറയുന്നില്ല, ടോട്ടലി പറയുകയാണ്. മനസ്സിലായോ? അറേഞ്ച് ദീസ് ഫീച്ചേഴ്സ് ഇൻ ദ ഗിവൺ ടേബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. 3 കോളം ഉള്ള ഒരു ടേബിൾ ആണ്. അതിൽ ഒന്നാമത്തെ കോളത്തിൽ സ്റ്റെമ്മ്, രണ്ടാമത്തെ കോളം റൂട്ട്, മൂന്നാമത്തെ കോളം ലീഫ് എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫീച്ചേഴ്സ് നിങ്ങൾ വായിച്ചു നോക്കുക. എന്നിട്ട് സ്റ്റെമ്മിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് സ്റ്റെമ്മിൽ എഴുതുക. അതുപോലെ തന്നെ റൂട്ടിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്തിട്ട് റൂട്ടിന്റെ കോളത്തിൽ എഴുതുക. ലീഫിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് ലീഫിന്റെ കോളത്തിൽ എഴുതുക. അതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ചോദ്യം എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. മനസ്സിലായോ? അപ്പോൾ അനാട്ടമി എങ്ങനെ ചോദിച്ചാലും കറക്റ്റ് ആയിട്ട് എഴുതണമെങ്കിൽ നമ്മൾ അതെല്ലാം നന്നായിട്ട് ഡെഫിനറ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫീച്ചേഴ്സ് ഒന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് കോളം തന്നിരിക്കുന്നത് സ്റ്റെമ്മിന്റെ കോളമാണ്. അപ്പോൾ ഇതില് സ്റ്റെമ്മിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ വരുമെന്ന് നോക്കിയേ. ഫസ്റ്റ് സ്റ്റെമ്മിന്റെ ഫീച്ചർ ഏതായിരിക്കും വരുന്നത്? പ്രസൻസ് ഓഫ് ഹൈപ്പോഡെർമിസ്, ബി വരത്തില്ലേ? സ്റ്റെമ്മിന്റെ പ്രത്യേകതയല്ലേ ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൺജോയിന്റ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽസ്, അതാരുടെയാണ്? സ്റ്റെമ്മിന്റെ പ്രത്യേകതയാണ് അല്ലെ? കൺജോയിന്റ് ആൻഡ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽസ്. ഈ 2 പ്രത്യേകതകളാണ് നമുക്ക് ഇവിടെ ഏതിൽ പറയാൻ പറ്റുന്നത്? സ്റ്റെമ്മിന്റെ ഫീച്ചേഴ്സിൽ പറയാൻ പറ്റുന്നത്. കൺജോയിന്റ് ആൻഡ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ, അതുപോലെ തന്നെ പ്രസൻസ് ഓഫ് ഹൈപ്പോഡെർമിസ്. ഇനി നോക്കിയേ, അടുത്തതാണ് റൂട്ട്. റൂട്ടിന്റെ ഫീച്ചേഴ്സ് ഇതിൽ ഏതൊക്കെ വരും? ഒന്നാമത്തെ ഏത് വരും നോക്കിയേ. ഫസ്റ്റ് നോക്കിയേ, എക്സാർച്ച് സൈലം റൂട്ടിന്റെ ഫീച്ചർ ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ? എക്സാർച്ച് സ്റ്റൈലം അത് റൂട്ട്. ഓക്കെ, എക്സാർച്ച് സൈലം എന്തിന്റെ പ്രത്യേകതയാണ്? റൂട്ടിന്റെ പ്രത്യേകതയാണ്. നമ്മൾ ആദ്യം പഠിച്ചതാണ് അല്ലെ? അതുപോലെ തന്നെ എൻഡോഡെർമിസ് വിത്ത് കാസ്പേറിയൻ സ്ട്രിപ്സ് പഠിച്ചില്ലേ? എൻഡോഡെർമിസ് വിത്ത് കാസ്പേറിയൻ സ്ട്രിപ്സ്. കാസ്പേറിയൻ സ്ട്രിപ്സിന്റെ കാര്യം പറഞ്ഞില്ലേ? സുബറിൻ ഡെപ്പോസിഷൻ. അതെവിടെയാണ്? അത് റൂട്ടിലാണ് വരുന്നത്. ഓക്കെ, പിന്നീട് 2 ഫീച്ചേഴ്സ് ഏതൊക്കെയാ? ഒന്ന് പാലിസൈഡ് പാരൻകൈമ സെല്ല്, ലീഫിലുള്ള അല്ലേ? നേരത്തെ പഠിച്ചില്ലേ ഡൈക്കോട്ട് ലീഫില്. അടുത്തത് ലാർജ് എംറ്റി ബുള്ളിഫോം സെല്ല്, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. എന്താണ്? ലീഫില് എന്താണ് എക്സസ് ആയിട്ട് വാട്ടർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രത്യേക സ്ട്രക്ചർ ആണ് ബുള്ളിഫോം സെൽസ്. അത് ലീഫിനെ ഉള്ളിലേക്ക് ഇൻവേർഡ് കേൾ ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ അതായത് കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഫീച്ചേഴ്സ് മനസ്സിലാക്കണം. നന്നായിട്ട് മനസ്സിലാക്കി കറക്റ്റ് ആയിട്ട് തെറ്റിപ്പോവാതെ ക്ലാസിഫൈ ചെയ്യാൻ പഠിച്ചിരിക്കണം. അപ്പോൾ ഓക്കെ ആണല്ലോ? പിന്നീട് ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. പിന്നെ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള പോർഷനിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഏരിയയിലുള്ള എല്ലാ പോർഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ സെക്കൻഡറി ഗ്രോത്ത് ഒക്കെ പറയുന്നുണ്ട് അല്ലേ? പിന്നീട് പറയുന്നതാണ് സെക്കൻഡറി ഗ്രോത്ത്, KMBL ആക്ടിവിറ്റി. അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു വെക്കുക. ടെക്സ്റ്റ് ബുക്ക് ആ ഒരു ചാപ്റ്റർ 1-2 തവണ വായിച്ചു വെക്കുക. ഫിഗേഴ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഏരിയയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള, അതായത് മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ച് നല്ല കുട്ടികളായിട്ട് ഫുൾ മാർക്ക് വാങ്ങിക്കാം. അടുത്ത ചാപ്റ്ററിന്റെ റിവിഷൻ ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.